ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭ 3 നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഒരു 3 ആഴ്ചകൾ കൂടി പിന്നിടുമ്പോൾ വലിയ നോമ്പിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഒരുക്കത്തിനും മാനസാന്തരത്തിനും തിരിച്ചുവരവിനുമുള്ള ഒരവസരമാണ് ഈ 3 നോമ്പ് കാലയളവ്. 3 നോമ്പിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യോനായെ എന്തിനു വേണ്ടിയാണ് ദൈവം നിനുവായിലേക്ക് അയച്ചത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ യോന പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവരുടെ തിന്മ ദൈവസന്നിധിയിൽ എത്തിയിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെയും ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആധുനിക യുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെ നാം നമ്മുടെ ജീവിതം നയിച്ചാലും എവിടെയെങ്കിലും വഴിതെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറുവാനുള്ള ഒരവസരമാണ് ഈ 3 നോമ്പ് കാലയളവ്. മഹാനഗരമായ നിനുവ എന്ന പട്ടണത്തെ തിന്മയിൽ നിന്നും ദൈവം രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ചത് യോന പ്രവാചകനെയാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരനുഭവമുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറുവാൻ, നമ്മുടെ സൃഷ്ടാവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവമാണ് ഈ 3 നോമ്പ് കാലയളവ് എന്ന് പറയുന്നത്. നിനുവക്കാർ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാനായി അവർ ആദ്യം ചെയ്തത് 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചതായി. പിന്നീട് അവർ ചെയ്തതായ കാര്യങ്ങൾ അതിനെ പിന്തുടർന്നു വരുന്നതായ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദുർമാർഗത്തെ വിട്ട് ദൈവിക പ്രവർത്തികൾ ചെയ്തപ്പോൾ ദൈവം തൻ്റെ മനസ്സ് മാറ്റി അവർക്ക് നാശം വരുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ദൈവം ഒരു കാര്യം മാത്രമേ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ: ഇനിയെങ്കിലും ഒരു മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ തിരിച്ചുവരവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ വന്നു ചേരണം. അപരനെ വിചാരണ ചെയ്യാതെ സ്വയം അനുദപിക്കുവാൻ ഈ 3 നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്കിടയാകണം. അപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.